Good morning. Today we can discuss what is a share warrant. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനീസ് ആക്ട് 2013 ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ എ ഷെയർ വാറണ്ട്. അതായത് കമ്പനീസ് ആക്ട് 1956 ഈ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ പ്രൊവിഷൻസൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഷെയർ വാറണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഷെയർ വാറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി certifying that the holder of it is entitled to the number of shares specified in it. അതായത് കമ്പനീൻ്റെ കോമൺ സീൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ എന്താ ഉണ്ടാവുക എഴുതി വെച്ചതെന്ന് വെച്ചാൽ the bearer or the holder is entitled to specified number of shares. Okay, അപ്പോൾ ഇറ്റ് ഈസ് പറഞ്ഞു കഴിഞ്ഞ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് ദി കമ്പനി ആൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി ആൻഡ് ദ ട്രാൻസ്ഫറി ഗെറ്റ്സ് ടൈറ്റിൽ ടു ഷെയർസ് മെൻഷൻഡ്. അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പോലെയാണ്. അതായത് ഷെയർ വാറൻറ്റ്സ് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പേർപ്പസസ്. അത് ഒരാളുടെ നിന്ന് വേറൊരാളുടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആരാണോ ട്രാൻസ്ഫർ ഹോൾഡർ ആരാണോ ഹി വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. അതിൻ്റെ ഓണർ അവരായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഷെയർ വാറൻറ്റ് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി അണ്ടർ ഇറ്റ് സീൽ specifying that its bearer is entitled to the shares specified therein. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി വെൻ ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. സോ ദിസ് ഇസ് എ സാമ്പിൾ ഓഫ് ഷെയർ വാറൻറ്റ്. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ വാറൻറ്റ്സ്. അപ്പോൾ പ്രൊവിഷൻസ് സെക്ഷൻ 114 ഓഫ് കമ്പനീസ് ആക്ട് 1956 സ്പെസിഫൈസ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലാണ് 56 ഞാൻ പറഞ്ഞല്ലോ പുതിയ 2013 കമ്പനീസ് ആക്ടിൽ അങ്ങനത്തെ ഒരു പ്രൊവിഷനേ ഇല്ലയെന്ന്. അപ്പം 56 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഷെയർ വാറൻറ്റ്സ് മേ ബി ഇഷ്യൂഡ് സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ദ ആർട്ടിക്കിൾസ് മസ്റ്റ് എംപവർ ദ കമ്പനി ടു ഇഷ്യൂ ഷെയർ വാറൻറ്റ്സ്. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഷall contain provision authorizing the directors to issue the share warrants. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കമ്പനി മസ്റ്റ് ബി ദ ഷെയർസ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് ഷെയർ വാറൻറ്റ്സ് കനോട്ട് ബി ഇഷ്യൂഡ് ഫോർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള ഷെയർസിന് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ? ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. And one more thing is the company must obtain the approval of the central government before it can issue share warrant. അപ്പോൾ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആരുടെ അപ്രൂവൽ കിട്ടണം? സെൻട്രൽ ഗവൺമെൻറ്റിന്. സോ ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർ വാറൻറ്റ്. ആൻഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ വാറൻറ്റ് the company removes the holder's name from the register of members, and in that place it enters the fact of issue of share warrant, അതേപോലെ number of shares specified in the warrant and the date of issue. അപ്പം ഓൺലി പബ്ലിക്, തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഓൺലി പബ്ലിക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ക്യാൻ ഇഷ്യൂ ഷെയർ വാറൻറ്റ് എന്നുള്ളത്. പിന്നെ ഈ ഷെയർ വാറൻറ്റിൻ്റെ കൂടെ എപ്പോഴും ഡിവിഡൻഡ് കൂപ്പൺസ് അറ്റാച്ച് ചെയ്യും. ഡിവിഡൻഡ് കൂപ്പൺസ് ആർ അറ്റാച്ച് ടു ഷെയർ വാറൻറ്റ്സ് ടു ഫെസിലിറ്റേറ്റ് payment of dividend. When dividends are declared, holder can, അതായത് holder of share warrant sends the dividend coupons to the company against which dividends are paid by the company. Okay, അപ്പോൾ ഈ ഡിവിഡൻഡ് കൂപ്പൺ കൊടുത്തിട്ട് ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റും ആ ഹോൾഡർ. ക്ലിയർ ആയോ എന്താണ് ഷെയർ വാറൻറ്റ് എന്നുള്ളത്? സോ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറൻറ്റ്. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ബോത്ത് കമ്പനീസ്, അതായത് പബ്ലിക് കമ്പനീസ് ആസ് വെൽ ആസ് പ്രൈവറ്റ് കമ്പനീസ്. പക്ഷേ ഷെയർ വാറൻറ്റ് ഏത് ടൈപ്പ് ഓഫ് കമ്പനി മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ? ഓൺലി പബ്ലിക് കമ്പനീസ്.
വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഷ്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്പൽസറി ഒബ്ലിഗേഷൻ അണ്ടർ കമ്പനീസ് ആക്ട്. നേരെ മറിച്ചിട്ട് ഷെയർ വാറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺലി ഇഫ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Then share certificate is issued for fully paid up and partly paid up shares. ഷെയർ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുക എങ്ങനെയുള്ള ഷെയർസിന് മാത്രം ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പോണത്. ട്രാൻസ്ഫർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് റിക്വയേഴ്സ് ബൈ ഡെലിവറി ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഡീഡ്. അത് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഡീഡ് ഇസ് മസ്റ്റ്. നേരെ മറിച്ച് ട്രാൻസ്ഫർ ഓഫ് ഷെയർ വാറണ്ട് ഇസ് മെയ്ഡ് ഡെലിവറി ഓൺലി. Then another point of difference is stamp duty is payable on transfer of share certificate. നേരെ മറിച്ചിട്ട് ഷെയർ വാറണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാവുന്ന, ഇറ്റ് ഇസ് ഫ്രീലി ട്രാൻസ്ഫർ. അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പോലെയാണ്. സോ നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇസ് റിക്വയർഡ്. Then holder of share certificate after the transfer of shares in his name becomes a member of the കമ്പനി. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ദി ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. നേരെ മറിച്ചിട്ട് ഷെയർ വാറണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദ ഹോൾഡർ ഓഫ് ഷെയർ വാറണ്ട് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദി കമ്പനി. Then another point of difference is dividends are paid to shareholders as per details contained in register of members. നേരെ മറിച്ച് dividends are paid against coupons attached to ഷെയർ വാറൻറ്റ്സ്. നേരത്തെ പറഞ്ഞല്ലോ ഡിവിഡൻഡ് കൂപ്പൺസ് ആർ അറ്റാച്ച്ഡ് ടു ഷെയർ വാറൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ദിയർ ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ബെയറിന് എന്ത് ചെയ്യണം? ഈ ഡിവിഡൻഡ് കൂപ്പൺസ് വെച്ചിട്ടാണ് ക്ലെയിം ചെയ്യേണ്ടത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നേരെ മറിച്ച് ഷെയർ വാറണ്ട് എന്താണ്? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ കസ്റ്റം ഓർ ലോ. Then holders of share certificate as members of the company have wider rights under the Companies Act. അതറിയാലോ നമുക്ക്. ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്? ദേ ഹാവ് സം പ്രിവിലേജസ് അല്ലെങ്കിൽ റൈറ്റ്സ് ഉണ്ട് നമുക്കറിയാം. പക്ഷേ ഷെയർ വാറണ്ട് ഹോൾഡറിന് എന്തില്ല? ഹി ഹാസ് അല്ലെങ്കിൽ ദ ഹോൾഡർ ഹാവ് നോ സച്ച് റൈറ്റ്സ്. Then last point is share certificates are issued originally. ഷെയർ വാറൻറ്റ്സ് കനോട്ട് ബി ഇഷ്യൂഡ് ഒറിജിനലി. അതായത് ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഷെയർ വാറൻറ്റ്സ് ലേറ്റർ ഓൺ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ നാളെ നമുക്ക് എടുക്കാനുള്ളത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പോകണം.